ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യൽ വറുത്തരച്ച സദ്യ സാമ്പാറാണ്. ഈ ഒരു സാമ്പാർ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയാണ്. എൻ്റെ വൈറലായ വീഡിയോ റെസിപ്പി കൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. നമ്മുടെ ചാനലിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമായതും അതുപോലെ അവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയ നല്ലൊരു സാമ്പാർ വീഡിയോ കൂടിയാണ്. ഇതെൻ്റെ വൈറൽ സാമ്പാർ റെസിപ്പി കൂടിയാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനും കഴിക്കാനും വളരെ ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഇതുപോലൊരു റെസിപ്പിയെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ സാമ്പാർ വീഡിയോ കാണാൻ പോകാം. കാറ്ററിംഗ് സ്പെഷ്യൽ വറുത്തരച്ച സദ്യ സാമ്പാർ തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ അളവിലെ വെണ്ടക്കയും 1/2 കിലോ അളവിൽ തക്കാളിയും 1 മുറി നാളികേരവും 250 ഗ്രാം അളവിലെ മുരിങ്ങാക്കായയും 250 ഗ്രാം അളവിൽ തന്നെ കുമ്പളങ്ങ കഷ്ണവും എടുത്തിട്ടുണ്ട്. തക്കാളി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാടനാണ്. ഈ ഒരു തക്കാളിക്ക് നല്ല പുളിപ്പുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ സാമ്പാറിന് ഇത്രയും തന്നെ കഷ്ണങ്ങൾ ചേർക്കുന്നുള്ളൂ. അത് നല്ല ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ടും. ഇനി നമ്മുടെ സാമ്പാറിന് നല്ല കൊഴുപ്പ് കിട്ടാനും വേണ്ടിയിട്ട് 150 ഗ്രാം അളവിൽ പരിപ്പെടുത്തിട്ടുണ്ട്. പരിപ്പിനെ കഴുകി ഒന്ന് കുക്കറിലേക്ക് മാറ്റാം. കൂടെ തന്നെ നമുക്ക് വേണ്ടത് 200 ഗ്രാം അളവിൽ കൊച്ചുള്ളിയാണ്. സാമ്പാറിൽ കൊച്ചുള്ളി ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ പരിപ്പിനെ കഴുകി കുക്കറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി അല്ലിയും നമ്മൾ കാണിച്ച കൊച്ചുള്ളിയിൽ നിന്ന് ഒരു പകുതിയോളം ഇപ്പോൾ പരിപ്പ് വേവിക്കാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സാമ്പാർ പതഞ്ഞു പൊങ്ങാതിരിക്കാനും വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലും പകുതിയായിട്ട് ഉലുവ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 5 പച്ചമുളക് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 3 ചെറിയ കഷ്ണം കായക്കട്ട കൂടെ ചേർക്കുവാണ്. പരിപ്പിലേക്ക് കായക്കട്ട കൂടി ചേർത്ത് വേവിക്കുമ്പോഴാണ് നമ്മുടെ സാമ്പാറിന് പ്രത്യേക ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം പരിപ്പിനെ വേവിക്കാനായിട്ട് അടുപ്പിലേക്കൊന്ന് മാറ്റാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ച നാളികേരത്തിനെ ഒന്ന് തിരുമ്മി അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഒരു നുള്ളു ജീരകവും ഒരു 1/4 ടീസ്പൂൺ അളവില് കുരുമുളകും ചേർക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് നല്ല ചുവക്കെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന നാളികേരത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഒരു പിടിയോളം കറിവേപ്പില കൂടെ ചേർക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാമ്പാറിന് നല്ല കളറൊക്കെ കിട്ടണമെങ്കിൽ തേങ്ങ നല്ല മെറൂൺ കളറിലേക്ക് ആയി വരുന്നത് വരെയും ഫ്രൈ ചെയ്തെടുക്കണം. നല്ല മെറൂൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ല കളറൊക്കെ കിട്ടുന്നത്. അതും ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയും വേണം നമുക്കിതിനെ ഒന്ന് അരച്ചിട്ടെടുക്കാനായിട്ടും. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറെല്ലാം നല്ലതുപോലെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചുകൂടി എടുക്കണം. ഫ്രൈ ചെയ്ത നാളികേരം ഒരു തരി പോലും കരിയാതിരിക്കാനും വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റുന്നില്ല എങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുത്ത ചട്ടിയുടെ ചൂടൊന്ന് കുറച്ചെടുക്കേണ്ടതുമാണ്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ച പച്ചക്കറികളെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേവിച്ചെടുത്ത പരിപ്പും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വെന്ത് കിട്ടിയിട്ടുള്ള പരിപ്പിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച കുമ്പളങ്ങ കഷ്ണങ്ങളാക്കിയത് കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുമ്പളങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി കുമ്പളങ്ങ കഷ്ണങ്ങളെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സാമ്പാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചുവട് കട്ടിയുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ചട്ടി നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറി വയ്ക്കാൻ ആവശ്യമായ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും ചൂടായി കഴിഞ്ഞാൽ 1 സ്പൂൺ അളവിൽ കടുക് കൂടെ ചേർക്കാം. കടുകും നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. സദ്യ സാമ്പാറൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ താളിപ്പ് നേരത്തെ തന്നെ ചെയ്തു മാറ്റുവാണ്. താളിപ്പിനെ കോരി മാറ്റിയതിനു ശേഷമാണ് മറ്റുള്ള കഷ്ണങ്ങൾ ചേർത്ത് നമ്മൾ വഴറ്റാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ താളിപ്പ് നല്ലതുപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കോരിയും കൂടി മാറ്റാം. അതിനുശേഷം ഇതേ പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കയാണ് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ എണ്ണയിലേക്ക് ചേർത്തിട്ടുള്ള വെണ്ടക്കയെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയും കൂടി എടുക്കണം.
ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ സദ്യ സാമ്പാറിന് ഒരു തരി പോലും വഴുവഴുപ്പില്ലാതെ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്നത്. 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് കൊച്ചുള്ളിയെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കൊച്ചുള്ളിയും വെണ്ടക്കയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു കിട്ടണം. അതുവരെയും നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടക്കയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളത് നമ്മുടെ വെണ്ടക്കയുടെ കളറൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നല്ലതുപോലെ വാടി വരണം. അതുവരെയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അടിച്ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെണ്ടക്ക കഷ്ണങ്ങൾ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് മുരിങ്ങാക്കായ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മുരിങ്ങാക്കായ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് വഴറ്റി ചെയ്യുവാണെങ്കിൽ സാമ്പാറിൽ കിടന്ന് ഇത് വെന്തൊന്നും കുഴഞ്ഞു പോവില്ല. ഞാൻ എൻ്റെ കാറ്ററിങ്ങിൽ ഉണ്ടാക്കി കൊടുക്കുന്ന അതേ ഒരു പാചക രീതിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മുടെ വെണ്ടക്കയും മുരിങ്ങക്കായും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. സ്പൂൺ എന്ന് പറയുന്നത് 15 മില്ലിഗ്രാം ആണ്. കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും 1/2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ 10 മില്ലിഗ്രാം ആണ്. ഇനി പൊടികളും കഷ്ണങ്ങളും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയും കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. അതുപോലെ പൊടികൾ ചേർക്കുമ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് വേണം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. മസാലകളൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളി കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. കഷ്ണങ്ങളൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ഒരു തരി പോലും വെന്തുടയാതെ വേണം വഴറ്റിയെടുക്കാനായിട്ടും. ഇനി തക്കാളി കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വാടി കിട്ടണം. അതുവരെയാണ് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളിയെ പിഴിഞ്ഞുകൂടി ചേർക്കാം. നമ്മൾ എടുത്തിട്ടുള്ളത് പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് പുളി ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ടും. ഇനി പുളിവെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പുളിവെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടെ ചേർക്കാം. പരിപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ചാറിന് ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഹോം മെയ്ഡ് സാമ്പാർ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. സാമ്പാർ പൊടിയുടെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കണേ. ഇനി സാമ്പാർ പൊടിയും കൂടി ചേർത്ത് സാമ്പാർ നല്ലതുപോലെ തിളച്ച് കിട്ടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ നല്ലതുപോലെ ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് ക്രമീകരിക്കുന്നതിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കരപ്പാനി കൂടെ ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാരപ്പാണ്. തേങ്ങ അരപ്പിനെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാർ നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറിനെ പിന്നെ വെട്ടി തിളപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഇനി നമ്മുടെ സാമ്പാറിലേക്ക് വറവ് ചേർക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അതിനു മുമ്പായിട്ട് സാമ്പാറിലെ എണ്ണയെല്ലാം തെളിഞ്ഞു കിട്ടുന്നതിനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കണം. ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ച് സാമ്പാറിനെ ഒന്ന് തുറന്നും കൂടി നോക്കിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ സാമ്പാർ നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവ് കൂടെ ചേർത്ത് കൊടുക്കാം. വറവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മൂടി അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച സാമ്പാറിനെ ഒന്നുകൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ സാമ്പാർ ഇതേ ഒരു രീതിയിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, കാറ്ററിംഗുകാർ സദ്യകളിൽ വിളമ്പുന്ന വറുത്തരച്ച സദ്യ സാമ്പാർ. ഈ ഒരു വിഷുനാളിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സാമ്പാറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. സാമ്പാർ എന്ന് പറഞ്ഞാൽ സദ്യകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. അതും പലതരത്തിലാണ് ഓരോ നാട്ടിലെയും സാമ്പാറിന്റെ പാചക രീതിയും. ഇന്നത്തെ നമ്മുടെ സാമ്പാറിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി തയ്യാറാക്കി നോക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും
വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇവിടെ നിർത്തുവാണ്. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.